നമസ്കാരം. ഒട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോളിൽ ഒരു ടീം, നമുക്ക് പ്രിയപ്പെട്ട പല ടീമുകളും ഉണ്ടാവും. എനിക്ക് ബ്രസീലാണ് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട ടീം. എൻ്റെ അച്ഛന് അർജൻറ്റീനയാണ്. പലപ്പോഴും തിരിയാറുമുണ്ട്. ഞങ്ങൾ വെച്ച് മാറ്റം നടത്താറുണ്ട്. അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള ടീം ഞങ്ങൾക്കിടയിലില്ല. പക്ഷേ രണ്ട് ടീമുകളേ ഉള്ളൂ എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ പോകാറുണ്ട്. പക്ഷേ മിക്ക ആരാധകരുടെയും കാര്യം പറഞ്ഞാൽ ഒരിക്കൽ ബ്രസീലിനെ ആരാധിച്ചു തുടങ്ങിയാൽ അവർ ബ്രസീലിനെ തന്നെ ആരാധിക്കുകയും അർജൻറ്റീനയെ ആരാധിച്ചു തുടങ്ങിയാൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പലപ്പോഴും ഈ ഫാൻ ഫൈറ്റ് എന്ന് പറയുന്നത് ഒരു പരിധി വിട്ടു പോകാറുണ്ട്. കയ്യാങ്കളിയിൽ വരെ കലാശിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലൊക്കെ ഫുട്ബോൾ ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരങ്ങളിൽ ആരാധകർ തമ്മിലുള്ള വഴക്കും കയ്യാങ്കളിയും എല്ലാം പരിധി വിട്ട് വസ്തുവകകളുടെ നാശനഷ്ടത്തിലും ജീവൻ നഷ്ടത്തിലുമെല്ലാം കലാശിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പൊതുവെ ഫുട്ബോളിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ അവരുടെ പ്രതാപകാലത്ത് ഏറ്റുമുട്ടുകയാണെന്ന് കരുതുക. ആ കളിക്ക് ഒരു ത്രില്ലുണ്ടാകണമെങ്കിൽ, ആ കളി ഉദ്വേഗജനകമാകണമെങ്കിൽ ഇരു ടീമുകളും മനോഹരമായി കളിക്കണം. അതിലേതെങ്കിലും ഒരു ടീം ജയിക്കും, തോൽക്കും, സ്വാഭാവികം. എന്നാൽ പോലും ഉഗ്രൻ കളിയായിരുന്നു എന്നുള്ളൊരു അവസാന കമൻ്റ് ഉണ്ടല്ലോ, ആ ഒരു സംതൃപ്തിയോട് കൂടിയുള്ള കമൻറ്റ്. എനിക്കിഷ്ടമുള്ള ടീം ബ്രസീലാണെങ്കിൽ പോലും അർജൻറ്റീനയും നന്നായി കളിച്ചാൽ മാത്രമേ എനിക്ക് ആ കമൻറ്റ് പറയുവാൻ പറ്റുള്ളൂ. അത്തരത്തിലൊരു അഭിപ്രായം സംതൃപ്തിയോടുകൂടി പറയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ അർജൻറ്റീനയെ എനിക്ക് ഇഷ്ടമല്ല. ഫാൻ ഫൈറ്റിലൊക്കെ ഞാൻ അർജൻറ്റീനയെ നേരിടാറുണ്ട്. മെസ്സി എത്ര പോരാ, അല്ലെങ്കിൽ മറഡോണ എത്ര പോരാ എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഒരു ഗ്രഡ്ജിങ് റെസ്പെക്റ്റ് എന്ന് പറയുമല്ലോ, ഒരല്പം അമർഷത്തോടു കൂടിയാണെങ്കിലും അവരെ പേടിക്കണം, സൂക്ഷിക്കണം എന്നുള്ളൊരു ബഹുമാനം എതിർ ടീമിന് നൽകാറുണ്ട് സാധാരണഗതിയിൽ. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം ഒരു നന്നായി കളിച്ചൊരു ടീം, കാൽപന്ത് കളിയിൽ ഇതുവരെ ഈ ലോകകപ്പിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായ ഒരു കളി കാഴ്ചവെച്ചൊരു ടീം പരാജയപ്പെട്ടപ്പോൾ അല്പം വിഷമം പോലും തോന്നിയില്ല എന്നുള്ളത് മാത്രമല്ല, അല്പം പോലും വിഷമം തോന്നിയില്ല എന്നുള്ളത് മാത്രമല്ല, വളരെ സന്തോഷം തോന്നുകയും ചെയ്തു. അത് ഈജിപ്റ്റ് അർജൻറ്റീന മത്സരത്തിൽ ഈജിപ്റ്റ് പരാജയപ്പെട്ടപ്പോഴായിരുന്നു. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ആ ഫൗൾ കൊണ്ട് റിവേഴ്സ് ചെയ്യപ്പെട്ട ഗോൾ നമുക്ക് തൽക്കാലത്തേക്ക് വിടാം. 15ാമത്തെ മിനിറ്റിൽ യാസർ ഇബ്രാഹിം ആകട്ടെ, മുസ്തഫ സീക്കോ ആകട്ടെ, 73ാം മിനിറ്റിലോ 67ാം മിനിറ്റിലോ മുസ്തഫ സീക്കോയും യാസർ ഇബ്രാഹിം 15ാമത്തെ മിനിറ്റിൽ അടിച്ച രണ്ട് ഗോളുകളും, പ്രത്യേകിച്ച് സീക്കോയുടെ 67ാം മിനിറ്റിലുള്ള ഗോൾ അതിമനോഹരമായ ഗോളായിരുന്നു എന്ന് മാത്രമല്ല, രണ്ടും അതിമനോഹരമായ ഗോളുകളായിരുന്നു. തന്നെയുമല്ല, ഈജിപ്തിൻ്റെ ഇന്നലത്തെ പ്രകടനം ആസ്വാദ്യകരമായൊരു പ്രകടനമായിരുന്നു. ഉദ്വേഗജനകമായൊരു മത്സരം കാഴ്ചവെക്കുവാൻ അർജൻറ്റീനയ്ക്കൊപ്പം തന്നെ ഈജിപ്തും തരാതരത്തിൽ നിന്ന് പൊരുതി എന്ന് വേണം പറയുവാൻ. ആലോചിച്ച് നോക്കുക, അർജൻറ്റീന ഇത്തവണ മെസ്സി ഫോമിലാണ്. അർജൻറ്റീനയുടെ ടീം വളരെ നല്ല ടീമാണ്. ഈജിപ്റ്റ് ഒരു അണ്ടർഡോഗ്സ് ആണെന്ന് പറയേണ്ടി വരും. കളിക്കളത്തിലെ പ്രകടനം വെച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇത്രയും ഉദ്വേഗജനകമായൊരു മത്സരം കാണുവാൻ അവസരമുണ്ടായിട്ട് പോലും ഈജിപ്റ്റ് തോറ്റപ്പോൾ തെല്ല് വിഷമം പോലും തോന്നിയില്ല എന്ന് മാത്രമല്ല, അവരോടൊരു ബഹുമാനവും ഇല്ലായിരുന്നു. അവർ തോറ്റത്തിൽ സന്തോഷവും തോന്നി. അതിൻ്റെ കാരണം കളിയിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവന്ന ഈജിപ്തിൻ്റെ നടപടി തന്നെയാണ്. അതാണ് ഇന്നത്തെ ഓട്ടപ്രദക്ഷിണത്തിൻ്റെ വിഷയം. കാരണം ഇതിൽ ഫുട്ബോളിനെ കുറിച്ചൊരു വിശകലനം, ആ കളിയുടെ ഒരു ഏറ്റക്കുറച്ചിലുകൾ, അല്ലെങ്കിൽ ആ കളിയുടെ ഒരു തരാതരങ്ങൾ, ആരായിരുന്നു നല്ലത്, ആ കളിയുടെ ഒരു താളത്തിൻ്റെ വിശകലനം, അതൊന്നുമല്ല നാം ചെയ്യാൻ പോകുന്നത്. കളിക്കളത്തിനകത്തും പുറത്തും ഈജിപ്തിൻ്റെ അംഗങ്ങളും അവരുടെ കോച്ച് ഹൊസാം ഹസനും കാഴ്ചവെച്ച രാഷ്ട്രീയ പ്രകടനങ്ങളായിരുന്നു. ഹൊസാം ഹസനെ കുറിച്ച് പറയുകയാണെങ്കിൽ തലമുടിയൊക്കെ ഒന്നുമില്ലാതെ മൊട്ടയടിച്ചൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടു കാണും. ഇന്നലെ റഫറിയോട് വഴക്കുണ്ടാക്കി, ലയണൽ സ്കലോണിയോട് വഴക്കുണ്ടാക്കിയാൻ ശ്രമിച്ച് മെസ്സിയെ ചീത്ത വിളിച്ച് മഞ്ഞക്കാർഡ് വാങ്ങിയ ഹൊസാം ഹസൻ വാർത്തകളിൽ നിറയുന്നത് പലസ്തീനികളോട് സഹതാപം കാട്ടാത്ത ആളുകൾ മനുഷ്യരല്ല എന്ന പ്രസ്താവനയോടുകൂടിയാണ് ലോകകപ്പിൻ്റെ പത്രസമ്മേളനത്തിനിടയിൽ. ഈജിപ്തിൻ്റെ ടീമംഗങ്ങളുടെ കാര്യം പറഞ്ഞാൽ, അവരൊരു വിജയം നേടിക്കഴിഞ്ഞാൽ അതുടനെ അവർ ഗ്രൗണ്ടിൻ്റെ നടുക്ക് നിസ്കരിച്ച് അള്ളാഹുവിന് ആ വിജയം സമർപ്പിക്കും. സത്യത്തിൽ അനാവശ്യമായ പ്രകടനങ്ങളാണിതെല്ലാം. ശരിയാണ്, ഭാരതീയരായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആളുകളെല്ലാം ചെയ്യുമ്പോൾ ഭഗവാൻ, അവർക്ക് വിശ്വാസമുള്ള ഒരു ലോക്കറ്റോ എടുത്ത് ചുംബിക്കുക, അതെല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ അത് ഒരു മാത്ര നേരത്തെ പ്രകടനമാണ്. ഈ നിസ്കാരം എന്ന് പറയുന്നത് എല്ലാവരും ഒരേ ഒരു
സംഘടിതമായിട്ടുള്ളൊരു ശൃംഖല സൃഷ്ടിച്ച് ഒരു പ്രത്യേക രൂപം സൃഷ്ടിച്ച് ഒന്നെങ്കിൽ അർദ്ധചന്ദ്രാകൃതി അല്ലെങ്കിൽ വൃത്തത്തിൽ അല്ലെങ്കിൽ നീളത്തിൽ എല്ലാം നിരന്ന് വളരെ കൃത്യതയോടുകൂടി നിസ്കരിച്ചൊരു പ്രകടനപരത അതിലുണ്ട്. അത് ഞങ്ങളുടെ മതത്തിൻ്റെ ആചാരങ്ങൾ ഞങ്ങൾ കാണിക്കുന്നത് കണ്ടോ, നിങ്ങളും ഇതിലേക്ക് വരാം കേട്ടോ എന്ന് ഈ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യാനുള്ള തന്ത്രങ്ങളുടെ ഒരു ഭാഗമാണ്. പിന്നെ ഞങ്ങളുടെ മതം പ്രചരിപ്പിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. മറ്റുള്ളവർക്ക് ഞങ്ങളുടെ നാട്ടിൽ വന്ന് പ്രചരിപ്പിക്കുവാൻ, അവരുടെ മതം പ്രചരിപ്പിക്കുവാൻ അവകാശമില്ല. പക്ഷേ ഞങ്ങൾ ഏത് നാട്ടിൽ ചെന്നും പെരുവഴിയിൽ പോലും ഇത്തരത്തിലുള്ള ഈ നിസ്കാരാഭാസം കാട്ടിക്കൂട്ടുവാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന മനോഭാവത്തിൻ്റെ, ആ മനോനിലയുടെ ഒരു രൂപം മാത്രമാണ് ഇവർ ഈ കാട്ടിക്കൂട്ടുന്നത്. മത്സരത്തിന് ഒരു ബ്രേക്ക് കിട്ടിയാൽ എല്ലാവരും കൂടി ചുറ്റും കൂടി നിന്ന് ഇരു കൈയും പിച്ച എടുക്കാൻ നിൽക്കുന്നത് പോലെ ചേർത്ത് പിടിച്ചെന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിടുക. ഇതെല്ലാം, ഈ പ്രകടനപരതയെല്ലാം അടിസ്ഥാനപരമായിട്ട് ഭക്തിയോ വിശ്വാസമോ അല്ല. കാരണം അവരുടെ ഈ സെമറ്റിക് മതത്തിലെ ഒരു ദൈവത്തിനെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാം ദൈവം കുറിച്ചിരിക്കുന്നതാണ്, ഒന്നും ദൈവേച്ഛയില്ലാതെ നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ജയത്തിന് അവരുടെ ദൈവത്തിനോട് നന്ദി പറയുന്ന ഇവർ അവരുടെ പരാജയവും ദൈവനിശ്ചയമാണെന്ന് കരുതി അതിനെ സ്വീകരിക്കേണ്ടതാണ്. ആ തരത്തിലുള്ളൊരു ആത്മീയത അവരിൽ ഉണ്ടാവേണ്ടതാണ്. കാരണം എല്ലാം ദൈവനിശ്ചയം എന്നൊറ്റ വരിയിൽ എഴുതി വെച്ച് അതവർ വിശ്വസിക്കുകയാണെങ്കിൽ അവരങ്ങനെയല്ല ചെയ്യുന്നത്. അവരുടെ ജയം അവർ പ്രകടനപരതയോടുകൂടി ലോകത്തിൻ്റെ മുമ്പിൽ ഞങ്ങളിത് പാലസ്തീനിലെ ജനങ്ങൾക്കർപ്പിക്കുന്നു. ഈ പലസ്തീൻ എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഹൊസാം ഹസനെ പോലുള്ള ഇരട്ടത്താപ്പുകാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക. പലസ്തീനിയൻ ജനത അവിടുന്ന് പലസ്തീനിൽ നിന്ന് പലായനം ചെയ്യുമ്പോൾ മുള്ളുവേലികൾ, വലിയ മുള്ളുവേലികൾ, ഇസ്രായേൽ പോലും അവർക്ക് ചുറ്റും കെട്ടാത്തത്ര ശക്തമായ മുള്ളുവേലികൾ കെട്ടി പലസ്തീൻ ജനത അഭയാർത്ഥികളായി ഈജിപ്തിലേക്ക് കടക്കുന്നത് തടയുന്ന ഒരു ഭരണകൂടമാണ് ഈജിപ്തിലുള്ളത്. അവിടുത്തെ ജനതയാണ്, അവിടെ നിന്ന് അവരുടെ ഔദ്യോഗിക ടീമിൻ്റെ കോച്ചായി വരുന്ന വ്യക്തിയാണ് പലസ്തീൻ ജനതയോട് അനുകമ്പയില്ലാത്തവർ മനുഷ്യരല്ല എന്ന് പറയുന്നത്. സത്യത്തിൽ അയാൾ പറയുന്നത് ഈജിപ്ഷ്യൻ ഭരണാധികാരികൾ ആരും മനുഷ്യരല്ല എന്നുള്ളതാണ്. അവരോട് അനുകമ്പയില്ലാതെ പെരുമാറുന്നത് കൊണ്ട്. വാക്കുകളിൽ അനുകമ്പയുണ്ടാകണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഇനി അർജൻറ്റീനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അർജൻറ്റീന ഔദ്യോഗികമായി തന്നെ ഇസ്രായേലിനൊപ്പം എന്നുള്ളൊരു നയം സ്വീകരിച്ചതിന് ശേഷം അർജൻറ്റീന ഫാൻസിൽ പല ആളുകളും, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, ഈരാറ്റുപേട്ട, പെരുമ്പാവൂർ പ്രദേശങ്ങളിൽ നിന്നുള്ള കേരളത്തിലെ അർജൻറ്റീനൻ ഫാൻസ് പലരും ബ്രസീലിലേക്ക് കാലുമാറി. ഈജിപ്റ്റ് ഉണ്ടെങ്കിൽ ഈജിപ്റ്റ്, ആരായാലും അർജൻറ്റീനയെ തോൽപ്പിച്ചാൽ മതി. അതിനോടൊപ്പം തന്നെ മെസ്സി ജൂത തൊപ്പിയും ഇട്ട് ജെറുസലേം സന്ദർശിക്കുകയും ചെയ്തു. കൂനിന്മേൽ കുരു. ഇനി മെസ്സിയെ ആരാധിച്ച് മെസ്സിയുടെ കഴിഞ്ഞ ലോകകപ്പിന് 150 അടി ഉയരമുള്ള കട്ടൗട്ടൊക്കെ വെച്ച വീരന്മാരാണ് ഇത്തവണ മെസ്സിയെ പ്രായി കൊണ്ടും അസഭ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് കേരളത്തിലെ രാഷ്ട്രീയം, ഇതിൻ്റെ ഒരു പ്രതിഫലനം. പക്ഷേ ഈ കളിക്കളത്തിൽ രാഷ്ട്രീയം കൊണ്ടുവന്നത് ഇത്തവണ ഏറ്റവും പ്രമുഖമായ തരത്തിൽ, ഏറ്റവും ശ്രദ്ധേയമായ തരത്തിൽ, ഏറ്റവും ആഭാസകരമായ തരത്തിൽ കളിക്കളത്തിൽ രാഷ്ട്രീയവും മതവും കൊണ്ടുവന്ന ഒരു രാജ്യമാണ് ഈജിപ്റ്റ്. അതുകൊണ്ട് തന്നെ അവരുടെ പരാജയം തെല്ലും വിഷമിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഒരു മറുവശം നോക്കിയാൽ ആസൂത്രിതമായി അവർ ഈ മതത്തിൻ്റെ ഒരു പ്രകടനപരത ലോകത്തിൻ്റെ മുമ്പിൽ കോടിക്കണക്കിന് ആളുകളാണ് ഈ മത്സരങ്ങൾ കാണുന്നത്. അവരുടെ മുമ്പിൽ മാധ്യമങ്ങളിലൂടെ ഇത് പ്രദർശിപ്പിക്കുമ്പോൾ അവർക്ക് പിന്തുണയുമായി നിരവധി ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജ്ജരായി നിൽക്കുന്നുണ്ട്. പുറമേ പറയുകയാണെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അൽ ജസീറ എന്ന അടിമുടി ഭീകരവാദ ചാനലും ഇവരെ പിന്തുണയ്ക്കുവാനായി നിൽക്കുന്നുണ്ട്. അവർ ഇപ്പോൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ആഖ്യാനം, റഫറിയും കൂടി 12ാമനായി അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിച്ചു, കാണികൾക്ക് മഞ്ഞക്കാർഡ് കൊടുത്തു തുടങ്ങിയ നിരവധി പരിഹാസങ്ങൾ അവർ ഉയർത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള മത്സരത്തിൽ. ഈജിപ്തിനെ നേരായ രീതിയിലല്ല അർജൻറ്റീന പരാജയപ്പെടുത്തിയത്, ഫിഫയെ ഒത്തുകളിച്ചു തുടങ്ങിയ പല വാദങ്ങളുമായി അവർ ഉയർത്തുന്നുണ്ട്. ശുദ്ധ അസംബന്ധമാണ്. ആ കളി തുടക്കം മുതൽ അവസാനം വരെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. മെസ്സിയുടെ പെനാൽറ്റി കിക്ക് കൊടുത്ത ഒരു ഗോളിൻ്റെ ഒരു തീരുമാനമല്ലാതെ, പെനാൽറ്റിയുടെ ഒരു തീരുമാനമല്ലാതെ അത് സംശയാസ്പദമാണ്. അതിനപ്പുറത്തേക്ക് ആദ്യത്തെ ഗോൾ റിവേഴ്സ് ചെയ്തത്, സീക്കോ അടിച്ച ഗോൾ റിവേഴ്സ് ചെയ്തിരുന്നു, ആ ഗോൾ റദ്ദ് ചെയ്തിരുന്നു. ആ റദ്ദ് ചെയ്തതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം ആ ഗോളിലേക്കുള്ള ഒരു പ്ലേ തുടങ്ങുന്നത് തന്നെ വലിയൊരു ഫൗളിലാണ്. ഫുട്ബോളിൻ്റെ ABCD ബാലപാഠങ്ങൾ അറിയാവുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന, ശാരീരികമായി അർജൻറ്റീനിയൻ കളിക്കാരെ നേരിട്ട് അവരുടെ കയ്യിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത് കളിക്കളത്തിൻ്റെ അപ്പുറത്തേക്ക് ഈജിപ്ഷ്യൻ പട നീങ്ങുമ്പോൾ അർജൻറ്റീനക്കാർ ഈ ഫൗള് വിളിച്ചിട്ട്
അവരുടെ പോസ്റ്റ് പ്രതിരോധിക്കുവാനായി ആരുമില്ല. ഇവിടെ ഈ ഫൗളിൻ്റെ തീരുമാനം കാത്താണ് പലരും നിൽക്കുന്നത്. തയ്യാറായി നിൽക്കുന്നത് പോലെ തോന്നുന്നെങ്കിലും ഇത്തരത്തിലൊരു ഫൗളിന് ഒരു അപ്പീൽ കൊടുത്ത് അവർ തീരുമാനത്തിന് കാത്തു നിൽക്കുകയാണ് എന്നുള്ളതുപോലെ കൃത്യമായി നമുക്ക് അവരുടെ ശരീരഭാഷയിൽ നിന്ന് വായിച്ചെടുക്കാം. ഗോൾ പ്രതിരോധത്തിന് അവരുടെ പോസ്റ്റിൻ്റെ ചുറ്റും ആരുമില്ല. ആ അവസരത്തിലാണ് സീക്കോ കൊണ്ട് ഗോൾ അടിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയട്ടെ, അതിനുശേഷം 67-ാമത്തെ മിനിറ്റിൽ സീക്കോ അടിച്ച ഗോൾ എന്ന് പറയുന്നത് അർജൻറ്റീനയുടെ എല്ലാ പ്രതിരോധ നിരകളെയും തകർത്തുകൊണ്ടുള്ള മനോഹരമായൊരു ഗോളായിരുന്നു. പക്ഷേ റിവേഴ്സ് ചെയ്യപ്പെട്ട ഗോൾ ഫൗളിലൂടെ തന്നെ നേടിയെടുത്തൊരു അവസരത്തിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആ ഗോളിന് ഈജിപ്തുകാർ അർഹരല്ല. അതിനുശേഷം അർജൻറ്റീനയുടെ തിരികെയുള്ള കളി കണ്ടിട്ടുള്ളവരാരും പറയില്ല ഈ മത്സരം ഫിഫ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകി അർജൻറ്റീനയെ വിജയിപ്പിച്ചതാണ് എന്നുള്ളത്. 79-ാമത്തെ മിനിറ്റിൽ ക്രിസ്റ്റ്യൻ റൊമേറോ നേടിയ ഗോൾ, 83-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ ഹെഡറിലൂടെയുള്ള ഗോൾ, അതാണ് ലെവൽ ചെയ്തത്, ഈക്വലാക്കി. ഏറ്റവും അവസാനം എൻസോ ഫെർണാണ്ടസ് 90-ാം മിനിറ്റിൽ നേടിയ 3-ാമത്തെ ഗോൾ, അത് അർജൻറ്റീനയുടെ വിജയം ഉറപ്പിച്ചു ഗോളായിരുന്നു. അതിനുശേഷം ആ അവസാന നിമിഷങ്ങളിൽ, കളിയുടെ അവസാന നിമിഷത്തിൽ, ഇഞ്ചുറി ടൈം കൊടുത്ത അവസാന നിമിഷങ്ങളിൽ ഈജിപ്ഷ്യൻ കളിക്കാരുടെ ശരീരഭാഷയും അവരുടെ കളിയുടെ രീതിയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഹൈലൈറ്റ്സിലോ യൂട്യൂബിൽ ലഭ്യമായ രംഗങ്ങളിലോ വീഡിയോകളിലോ കൃത്യമായി അർജൻറ്റീന കളിക്കാരെ ഉപദ്രവിക്കുവാനും അവരോട് വഴക്കുണ്ടാക്കുവാനും നേരെ അവരുമായി മുട്ടി, തലകൊണ്ട് മുട്ടി, പണ്ട് സിനദൻ സിദാൻ ചെയ്തതുപോലെ തലകൊണ്ടുള്ളൊരു ഇടി വാങ്ങിയാൽ ആ ഇടിക്കുന്നവൻ എന്തായാലും റെഡ് കാർഡ് കിട്ടുകയോ സ്ഥിരമായി പുറത്താക്കപ്പെടുകയോ ചെയ്യും. അത്തരത്തിലുള്ളൊരു ചതി ചെയ്യുവാനും, എന്തിനീ ഹൊസാം ഹസൻ എന്ന് പറയുന്ന അവരുടെ കോച്ച് സ്കിലോണിയോടൊക്കെ വളരെ അസഭ്യമായ ഭാഷയിൽ സംസാരിക്കുകയും പ്രകോപിപ്പിക്കുവാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തതാണ്. റഫറിയോട് കയർത്ത് കോച്ച് മഞ്ഞക്കാർഡ് വാങ്ങി. ആ കോച്ചിന് കൊടുത്ത മഞ്ഞക്കാർഡാണ് കാണികൾക്ക് നേരെയാണ് കാട്ടിയത് എന്നുള്ള രീതിയിൽ അൽ ജസീറ ഉൾപ്പെടെയുള്ളവർ പ്രചരിപ്പിക്കുന്നത്. കളിക്കളത്തിലേക്ക് മതം കൊണ്ടുവരിക എന്നുള്ളൊരു പ്രക്രിയ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു മതത്തിന് മാത്രമേ ഉള്ളൂ. അത് ക്രിക്കറ്റിലായാലും ശരി, ഈജിപ്തിൽ ഫുട്ബോളിലായാലും ശരി. അവിടെ ഈജിപ്റ്റ്, ഇവിടെ പാകിസ്ഥാൻ. ഇത്തരത്തിലുള്ള മതം കൊണ്ടുവരുന്നവർക്ക് തിരികെ അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകുവാൻ നമ്മുടെ ആളുകൾ വിമുഖത കാണിക്കുന്നു, അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് നൽകുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഇവിടെ കുറേ എണ്ണത്തിന് പൊള്ളും, ഉള്ളിൽ പുകച്ചിലും എരിച്ചിലുമാണ്. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. ഇവർ ഈ കാണിക്കുന്നതൊന്നും സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ല. മറുവശത്ത് ഈ ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ആകട്ടെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫുട്ബോളിൽ ഈജിപ്റ്റ് ആകട്ടെ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റും ഇല്ല. അതിൽ മതമാണ്, മതം മാത്രമാണ് പ്രശ്നം. അതും ഇത്രയും അഗ്രസീവായിട്ട് മതം പ്രചരിപ്പിക്കുന്ന ഒരു സെമറ്റിക് മതം, അതും പല രാജ്യങ്ങളും ദോഷകരമാണ്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരുന്നതൊരു പേപ്പട്ടി മതമാണ്. റാബിസുമായിട്ടാണ് ഈ സെമറ്റിക് വിശ്വാസത്തെ വിൻസ്റ്റൺ ചർച്ചിൽ ഉപമിച്ചത്. വിൻസ്റ്റൺ ചർച്ചിലിനോട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും പലരും, എന്തിനാ ഇപ്പോഴത്തെ ആരിഫ് ഹുസൈനെ പോലുള്ള എക്സ് മുസ്ലിംസ് പോലും അതേ പദം തന്നെ ഉപയോഗിക്കുന്നുണ്ട്, പേപ്പട്ടി മതമെന്ന് വിളിക്കുന്നുണ്ട്. ഈ വിളിയൊക്കെ അവർ നേടിയെടുക്കുവാനുള്ള പ്രധാന കാരണം ഇവരുടെ ഈ അനവസരത്തിലുള്ള പ്രദർശനപരതയാണ്. വഴിയിൽ നിസ്കരിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും ഞങ്ങളുടെ മതത്തിന് വേണ്ടി ആ ബുദ്ധിമുട്ട് സഹിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു മനോഭാവം ഹൊസാം ഹസനല്ല, ഹസാം ഹുസൻ്റെയോ ആരുടെ മനസ്സിലുണ്ടെങ്കിലും സത്യത്തിൽ കൈകാര്യം ചെയ്ത് പിടിച്ച് അഴിക്കുള്ളിലാക്കേണ്ടതാണ്. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഫിഫ പോലുള്ളൊരു സംഘടന, അന്താരാഷ്ട്ര സംഘടന, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രദർശനവും മതപ്രദർശനവും അനുവദിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒരു മാർഗനിർദ്ദേശം, അല്ലെങ്കിൽ അവരുടെ ഒരു കളിക്കളത്തിലെ പ്രകടനത്തിൻ്റെ, കളിക്കളത്തിലെ ഒരു സ്വഭാവത്തിൻ്റെ, പെരുമാറ്റത്തിൻ്റെ ഒരു രൂപരേഖ. അതിനെല്ലാം ലംഘിച്ച് ഇത്തരത്തിലുള്ള പ്രദർശനപരതയോടുകൂടിയുള്ള മതപ്രചാരണത്തിന് അനുവാദം നൽകിയ ഫിഫയാണ് ഇന്നലെ അർജൻറ്റീനയുമായി ഒത്തുകളിച്ചു എന്ന് ഹൊസാം ഹസൻ ആരോപിച്ചിരിക്കുന്ന പച്ചയായിട്ടുള്ള ആരോപണം തന്നെ അയാൾ ഉയർത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു, മതം മാത്രമാണ് പ്രശ്നമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കിട്ടുന്ന അവസരത്തിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭിക്ഷപാത്രം വെച്ചിരിക്കുന്നത് പോലെ കൈക്കുമ്പിളാക്കി പ്രാർത്ഥന നാടകം കളിക്കുന്ന, ഇത്തരത്തിലുള്ള ജയം പാലസ്തീനികൾക്ക് സമർപ്പിക്കുന്ന, എന്നാൽ ഈജിപ്റ്റ് അവരോട് കാണിക്കുന്ന മനുഷ്യാവകാശ ലംഘനമോ അല്ലെങ്കിൽ അനുതാപമില്ലായ്മയോ ഒരിക്കലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ പുറത്ത് പറയാത്ത ഈജിപ്ഷ്യൻ ടീം ഈ പരാജയം അർഹിച്ചിരുന്നു എന്നുള്ളതിനുമപ്പുറം പരാജയപ്പെടണമെന്നുള്ളത് ഒരുപക്ഷെ അവരുടെ തന്നെ ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നിരിക്കണം, അള്ളാഹ് തേച്ചതായിരിക്കണം എന്ന് കരുതി സമാധാനിച്ചാൽ മതി. കാരണം അവർ തന്നെ പറയുന്നത് വിജയം പുള്ളി തന്നതാണെന്നാണല്ലോ, പരാജയവും പുള്ളി തന്നതാണ് എന്ന് കരുതി അങ്ങ് സമാധാനിച്ചോളുക. അല്ലാതെ റഫറി അർജൻറ്റീനയുടെ
കുപ്പായം അണിയിച്ചിട്ടോ അല്ലെങ്കിൽ ഫിഫ പ്രസിഡൻറ്റിനെ അർജൻറ്റീനയുടെ കുപ്പായം അണിയിച്ചിട്ടോ യാതൊരു ഫലവും ഉണ്ടാകുവാൻ പോകുന്നില്ല. റഫറിക്കെതിരെ പരാതി നൽകൂ, അത് പരാതി ട്രൈബ്യൂണൽ തീരുമാനിക്കട്ടെ. മുന്നോട്ടുള്ള കളികളിൽ നാളെ ചിലപ്പോൾ അർജൻറ്റീന പരാജയപ്പെട്ടേക്കാം. നല്ലൊരു കളിയിലൂടെ അർജൻറ്റീനയെ സമർത്ഥമായി പരാജയപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും മതവും കളിക്കളത്തിലേക്ക് കൊണ്ടുവരാത്ത ഒരു ചെറിയ ടീമാണെങ്കിൽ പോലും ആ കളി ആസ്വദിച്ച് അവരോട് അർജൻറ്റീനയോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ, ബ്രസീൽ ഫാൻ ആണെങ്കിൽ പോലും ഇപ്പോൾ അർജൻറ്റീനയാണ്, നമ്മുടെ ടീം പോയല്ലോ, നേരത്തെ പെട്ടിയും കിടക്കും എടുത്ത് പോയി, ഇനി അർജൻറ്റീന സിന്ദാബാദ്, മഞ്ഞക്കൊടി താഴെ വെച്ചു, നമ്മൾ നീലയും വെള്ളയും കയ്യിലെടുത്തു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അർജൻറ്റീനയെ ആരെങ്കിലും പരാജയപ്പെടുത്തിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രഡ്ജിങ് റെസ്പെക്റ്റോടുകൂടി ഒരല്പം അമർഷം കലർന്നൊരു ബഹുമാനം ആ ടീമിനോടുണ്ടാകും. കളി നല്ലതാണെങ്കിൽ, ഫൗളുകളിലൂടെ അല്ലെങ്കിൽ, അവർ രാഷ്ട്രീയവും മതവും ഈ കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ. പക്ഷേ ഈജിപ്റ്റ് വെറുപ്പ് മാത്രമേ അർഹിക്കുന്നുള്ളൂ. സമാധാനം, ശാന്തി, സഹതാപം ഇതൊന്നും ആശംസിക്കുവാനോ അല്ലെങ്കിൽ അവർക്കത് നേടുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനോ ഞാനൊരുക്കമല്ല. അവർ സഹതാപം അർഹിക്കുന്നില്ല. പരാജയം മാത്രമാണ് അവരുടെ സഞ്ചിയിൽ, തുണിസഞ്ചിയിൽ അല്ലെങ്കിൽ അവരാ മുകളിലേക്ക് വെച്ചിരിക്കുന്ന ഭിക്ഷാപാത്രങ്ങളിൽ വീഴേണ്ടത്. അത് കാലത്തിൻ്റെ ആവശ്യമാണ്, ചരിത്രത്തിൻ്റെ ആവശ്യമാണ്. ഈ പ്രദർശനപരതയെ പരാജയപ്പെടുത്തിയേ മതിയാകുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു പരാജയം എങ്ങനെ അവർക്ക് നൽകണം, ഞാൻ നൽകുന്നു എന്നുള്ള രീതിയിൽ പ്രകൃതി അല്ലെങ്കിൽ സർവേശ്വരൻ ഇന്നലെ ലോകത്തിന് കാട്ടിക്കൊടുത്തു. അതാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഈജിപ്റ്റ് അർജൻറ്റീന മത്സരത്തിൽ നടന്നത്. അല്ലാതെ ഫിഫ തേച്ചതല്ല, അള്ളാ തേച്ചതായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഈ വിഷയത്തെ സംബന്ധിച്ച് തൽക്കാലം ഇത്രമാത്രം. കൂടുതൽ സംവാദങ്ങൾ തുടരുവാൻ വേണ്ടി ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയുവാൻ ഞങ്ങൾക്ക് തീർച്ചയായും താല്പര്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. സംവാദങ്ങൾ തുടരട്ടെ. നന്ദി. ശുഭരാത്രി.